നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ദിവസവും ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് ഹിന്ദിയിൽ പറയാൻ നോക്കാം. ആരുടെ ഫോണാണ് അടിക്കുന്നത്? കിസ്കാ ഫോൺ ബജ് രഹാ ഹേ. കിസ്കാ ഫോൺ, ആരുടെ ഫോൺ? ബജ് രഹാ ഹേ എന്ന് പറഞ്ഞാൽ അടിക്കുന്നത്. ബജിന എന്ന് പറഞ്ഞാൽ അടിക്കുക. ബജ് രഹാ ഹേ, അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആരുടെ ഫോണാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ്റെ ഫോണാണ് അടിക്കുന്നത്. ഉസ്കാ ഫോൺ ബജ് രഹാ ഹേ. ഉസ്ക, അവൻ്റെ. ഉസ്കാ ഫോൺ ബജ് രഹാ ഹേ, അവൻ്റെ ഫോണാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോൺ എനിക്ക് തരൂ. ഫോൺ മുझे ദേ ദോ. ഫോൺ മുझे ദേ ദോ. ആരുടെ ഫോണായിരുന്നു? കിസ്കാ ഫോൺ ഥാ. കിസ്കാ ഫോൺ ഥാ, അല്ലെങ്കിൽ ആരാണ് ഫോൺ ചെയ്തത്, അങ്ങനെ നമുക്ക് ചോദിക്കാമല്ലോ. കിസ്നെ ഫോൺ കിയ. കിസ്നെ ഫോൺ കിയ, ആരാണ് ഫോൺ ചെയ്തത്? എൻ്റെ കൂട്ടുകാരൻ്റെ ഫോണായിരുന്നു. മേരാ ദോസ്ത് കാ ഫോൺ ഥാ, അല്ലെങ്കിൽ മേരാ ദോസ്തിനെ ഫോൺ കിയാ ഥാ. എൻ്റെ കൂട്ടുകാരനാണ് ഫോൺ ചെയ്തത്. മേരാ ദോസ്തിനെ ഫോൺ കിയാ ഥാ, അങ്ങനെയും പറയാം. എന്തുണ്ട് വിശേഷം? ക്യാ സമാചാർ ഹേ. ക്യാ സമാചാർ ഹേ. സമാചാർ എന്ന് പറഞ്ഞാൽ വാർത്ത. അത് എന്തുണ്ട് വിശേഷം എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ചോദിക്കാം. ക്യാ സമാചാർ ഹേ. പ്രത്യേകിച്ചൊന്നുമില്ല, അല്ലെങ്കിൽ വിശേഷിച്ചൊന്നുമില്ല. കുച്ച് ഖാസ് നഹി, ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. കുച്ച് ഖാസ് നഹി. ഞങ്ങൾ കറങ്ങാൻ പോകാൻ വേണ്ടി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹം ലോഗ് ഘൂംനെ ജാനെ കെ ലിയെ സോച്ച് രഹേ ഹേ. ഹം ലോഗ്, ഞങ്ങൾ. ഘൂംനെ ജാനെ കെ ലിയെ, ഘൂമന എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങുക, കറങ്ങാൻ പോവുക എന്നുള്ള അർത്ഥമാണ്. ഘൂംനെ ജാനെ കെ ലിയെ, കറങ്ങാൻ പോകുന്നതിന് വേണ്ടി. സോച്ച് രഹേ ഹേ, ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹം ലോഗ് ഘൂംനെ ജാനെ കെ ലിയെ സോച്ച് രഹേ ഹേ. കുട്ടിക്കാലം മുതൽ എനിക്ക് കറങ്ങാൻ പോകുന്നത് വളരെ ഇഷ്ടമാണ്. ബച്പൻ സേ മുझे ഘൂംനെ ജാനെ കാ ബഹുത് ഷോക്ക് ഹേ. ബച്പൻ സേ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതൽ. മുझे, എനിക്ക്. ഘൂംനെ ജാനെ കാ, കറങ്ങാൻ പോകാൻ. ബഹുത് ഷോക്ക് എന്ന് പറഞ്ഞാൽ വളരെ താല്പര്യമാണ്. കുട്ടിക്കാലത്ത് കുടുംബത്തിൻ്റെ കൂടെ കറങ്ങാൻ പോകുമായിരുന്നു. ബച്പൻ മേ പരിവാർ കെ സാത്ത് ഘൂംനെ ജാത്തെ ഥേ. ബച്പൻ മേ, കുട്ടിക്കാലത്ത്. പരിവാർ കെ സാത്ത്, കുടുംബത്തിൻ്റെ കൂടെ. ഘൂംനെ ജാത്തെ ഥേ, കറങ്ങാൻ പോകുമായിരുന്നു. ഇപ്പോൾ വലുതായല്ലോ. അഭി ബഡാ ഹോ ഗയാന. ബഡാ ഹോ ഗയ എന്ന് പറഞ്ഞാൽ വലുതായി. ബഡാ ഹോ ഗയാന, വലുതായല്ലോ. അഭി ബഡാ ഹോ ഗയാന, ഇപ്പോൾ വലുതായില്ലേ, അങ്ങനെ ചോദിക്കാം. ഞാനിപ്പോൾ കൂട്ടുകാരുടെ കൂടെയാണ് പോകുന്നത്. മേ അഭി ദോസ്തോം കെ സാത്ത് ജാത്താ ഹൂം. മേ അഭി, ഞാനിപ്പോൾ. ദോസ്തോം കെ സാത്ത്, കൂട്ടുകാരുടെ കൂടെ. ജാത്താ ഹൂം, പോകുന്നത്. കറങ്ങാൻ പോകുന്നെന്നുള്ള അർത്ഥമാണ്. ദോസ്തോം കെ സാത്ത് ഘൂംനെ ജാത്താ ഹൂം, ഞാനിപ്പോൾ കൂട്ടുകാരുടെ കൂടെയാണ് കറങ്ങാൻ പോകുന്നത്. എത്ര പേരുണ്ട്? കിത്തനെ ലോഗ് ഹേ. കിത്തനെ ലോഗ് ഹേ, എത്ര പേരുണ്ട്? കറങ്ങാൻ പോകാൻ എത്ര പേരുണ്ട്? കിത്തനെ ലോഗ് ഹേ ഘൂംനെ കോ. 5 പേരുണ്ട്. 5 ലോഗ് ഹേ. ഹം ലോഗ് 5 ഹേ, ഞങ്ങൾ 5 പേരുണ്ട്, അങ്ങനെയും പറയാം. ഹം 5 ലോഗ് ഹേ. എല്ലാവരും കുട്ടിക്കാലത്തെയുള്ള കൂട്ടുകാരാണ്. സബ് ബച്പൻ കെ ദോസ്ത് ഹേ. ബച്പൻ കെ ദോസ്ത്, കുട്ടിക്കാലത്തെ കൂട്ടുകാർ. സബ് ബച്പൻ കെ ദോസ്ത് ഹേ, എല്ലാവരും കുട്ടിക്കാലത്തെ കൂട്ടുകാരാണ്. പരസ്പരം നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ പരസ്പരം നന്നായിട്ട് മനസ്സിലാക്കുന്നവരാണ്. ഏക് ദൂസരെ കോ അച്ഛേ സേ സമസ്തേ ഹേ. ഏക് ദൂസരെ കോ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാളെ, പരസ്പരം എന്നുള്ള അർത്ഥമാണ്. അച്ഛേ സേ സമസ്തേ ഹേ, നന്നായിട്ട് അറിയാവുന്നവരാണ്. എവിടെ പോകാനാണ് വിചാരിക്കുന്നത്? കഹാൻ ജാനേ കാ വിചാർ ഹേ. കഹാൻ ജാനേ കാ, എവിടെ പോകാനുള്ള. വിചാർ ഹേ, ആലോചനയാണ്, അല്ലെങ്കിൽ വിചാരിക്കുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഫോൺ ചെയ്തത്. ഉസ്കെ ബാരേ മേ ബാത് കർണേ കെ ലിയേ ഫോൺ കിയാ ഥാ. ഉസ്കെ ബാരേ മേ, അതിനെക്കുറിച്ച്. ബാത്ത് കർണേ കെ ലിയേ, ബാത് കർണ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക, വർത്തമാനം പറയുക. ബാത് കർണേ കെ ലിയേ, സംസാരിക്കുന്നതിന് വേണ്ടി. ഫോൺ കിയാ ഥാ, ഫോൺ ചെയ്തത്. ഉസ്കെ ബാരേ മേ ബാത് കർണേ കെ ലിയേ ഫോൺ കിയാ ഥാ,
അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോൺ ചെയ്തത്. തീരുമാനമൊന്നുമായില്ല. കുച്ച് ഫൈസല നഹി ഹുവ. ഫൈസല എന്ന് പറഞ്ഞാൽ തീരുമാനം, ഡിസിഷൻ. നഹി ഹുവ ആയില്ല. കുച്ച് ഫൈസല നഹി ഹുവ, തീരുമാനമൊന്നുമായില്ല. നാളെ മുതൽ അവധി തുടങ്ങുകയാണല്ലോ. കൽസേ ഛുട്ടി ശുരു ഹോ രഹാ ഹേന. കൽസേ നാളെ മുതൽ, ഛുട്ടി അവധി, ശുരു ഹോ രഹാ ഹേന എന്ന് പറഞ്ഞാൽ തുടങ്ങുകയാണല്ലോ. നാളെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആലോചിക്കും. കൽ ഹം ലോഗ് മിൽക്കർ സോച്ച് വിചാർ കരേങ്കെ. കൽ ഹം ലോഗ് മിൽക്കർ, നാളെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സോച്ച് വിചാർ കരേങ്കെ. സോച്ച് വിചാർ കരണം എന്ന് പറഞ്ഞാൽ ആലോചിക്കുക എന്നുള്ള അർത്ഥമാണ്. സോച്ച് വിചാർ കരേങ്കെ, ആലോചിക്കും. അപ്പോൾ ചോദിക്കുവാണ്, എത്ര ദിവസത്തെ യാത്രയാണ്? കിത്തനെ ദിൻ കാ യാത്ര ഹേ. കിത്തനെ ദിൻ കാ, എത്ര ദിവസത്തെ, യാത്ര ഹേ ട്രാവലിംഗ് ആണ്. എത്ര ദിവസത്തെ യാത്രയാണ്? കിത്തനെ ദിൻ കാ യാത്ര ഹേ. ഒരാഴ്ചത്തെ പ്ലാൻ ആണ്. ഏക് ഹഫ്തേ കാ പ്ലാൻ ഹേ. ഏക് ഹഫ്ത ഒരാഴ്ച, ഏക് ഹഫ്തേ കാ പ്ലാൻ ഹേ ഒരാഴ്ചയ്ക്കുള്ള പ്ലാനാണ്. അടുത്ത മാസം ക്രിക്കറ്റ് മാച്ച് ഉണ്ട്. അഗലേ മഹീനെ ക്രിക്കറ്റ് മാച്ച് ഹേ. അഗലേ മഹീനെ അടുത്ത മാസം, ക്രിക്കറ്റ് മാച്ച് ഹേ ക്രിക്കറ്റ് മാച്ച് ഉണ്ട്. ഞാനും ആ മാച്ചിൻ്റെ ഒരു കളിക്കാരനാണ്. മേം ഭി ഉസ് മാച്ച് കാ ഏക് ഖിലാഡി ഹൂം. ഉസ് മാച്ച് കാ ടീം കാ ഏക് ഖിലാഡി ഹൂം, അങ്ങനെ പറയാം. ആ മാച്ചിലെ ടീമിൻ്റെ ഒരു കളിക്കാരനാണ്. ഖിലാഡി എന്ന് പറഞ്ഞാൽ കളിക്കാരൻ. മേം ഭി ഉസ് മാച്ച് കാ ഏക് ഖിലാഡി ഹൂം, ഞാനും ആ കളിയുടെ ഒരു കളിക്കാരനാണ്. ഖിലാഡി ഹൂം. 10 ദിവസത്തിന് ശേഷം ട്രെയിനിങ് തുടങ്ങും. 10 ദിൻ ബാദ് ട്രെയിനിങ് ശുരു ഹോഗ. 10 ദിൻ ബാദ് 10 ദിവസത്തിന് ശേഷം ട്രെയിനിങ് ശുരു ഹോഗ, ട്രെയിനിങ് തുടങ്ങും. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരണം. ഇസ്ലിയെ ജൽദി വാപ്പസ് ആനാ ഹേ. ഇസ്ലിയെ ജൽദി വാപ്പസ് ആനാ ഹേ, പെട്ടെന്ന് തിരിച്ചു വരണം. വാപ്പസാന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക. വാപ്പസാന ഹേ തിരിച്ചു വരണം. തീരുമാനിച്ചതിന് ശേഷം പറയാം. മേ തൈ കർണേ കെ ബാദ് ബോൽത്താ ഹും. ഞാൻ ഡിസിഷൻ എടുത്തതിന് ശേഷം പറയാം. തൈ കർണ എന്ന് പറഞ്ഞാൽ തീരുമാനിക്കുക, ഡിസിഷൻ എടുക്കുക. മേ തൈ കർണേ കെ ബാദ് ബോൽത്താ ഹും കഹാ ഘൂംനെ ജാനെ കാ. എവിടെയാണ് കറങ്ങാൻ പോകുന്നതെന്ന് തീരുമാനമെടുത്തതിന് ശേഷം പറയാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ നമ്മൾ വീണ്ടും വീണ്ടും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഹിന്ദി പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ അത് പറയാൻ ശ്രമിക്കുകയും ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക് യു.